മൂന്നാർ സ്പെഷ്യൽ ട്രൈബ്യൂണലിന്റെ പ്രവർത്തനം താളം തെറ്റിയതോടെ മൂന്നാറിൽ ഭൂമി കയ്യേറ്റ മാഫിയ വേരുറപ്പിക്കുന്നു. സർക്കാർ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട കേസുകൾ തീർപ്പാക്കുന്നതിന് ട്രൈബ്യൂണൽ ആരംഭിച്ച് 5 വർഷം പിന്നിട്ടിട്ടും കയ്യേറ്റങ്ങൾ തിരിച്ചുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അതേസമയം ട്രൈബ്യൂണലിനായി ലക്ഷങ്ങളാണ് സർക്കാർ വർഷം തോറും വെറുതെ ചെലവാക്കുന്നത്. മൂന്നാർ സ്പെഷ്യൽ ട്രൈബ്യൂണൽ സ്തംഭനാവസ്ഥയിലായതോടെ കയ്യേറ്റക്കാർ ഊർജ്ജസ്വലരായെന്നതിന് ഈ ദൃശ്യങ്ങൾ സാക്ഷി. മൂന്നാറിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലടക്കം അനധികൃത റിസോർട്ട് നിർമ്മാണങ്ങളും കയ്യേറ്റങ്ങളും ഇപ്പോൾ സജീവമാണ്. ഇതിനെതിരെയുള്ള കേസുകൾ ട്രൈബ്യൂണലിൽ എത്തിയാലും തീർപ്പാക്കാൻ സാധിക്കില്ലെന്നത് കയ്യേറ്റക്കാർക്ക് കരുത്തു പകരുന്നു. മൂന്നാറിനോട് ചേർന്ന് കിടക്കുന്ന 8 പഞ്ചായത്തുകളിലെ കയ്യേറ്റങ്ങൾ, അനധികൃത നിർമ്മാണങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകൾ ഒറ്റയടിക്ക് തീർപ്പാക്കുന്നതിനാണ് മൂന്നാർ ട്രൈബ്യൂണൽ 2010 പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ 5 വർഷമായിട്ടും 1 ഇഞ്ച് സർക്കാർ ഭൂമി പോലും തിരിച്ചുപിടിക്കാൻ ട്രൈബ്യൂണലിന് സാധിച്ചിട്ടില്ല. ഇതുകൊണ്ട് 1 സെന്റ് ഭൂമി പോലും, അന്യാധീനപ്പെട്ട 1 സെന്റ് ഭൂമി പോലും സർക്കാരിന് വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. സർക്കാർ ഭൂമിക്ക് പുറമെ 2014 മുതൽ സ്വകാര്യ വ്യക്തികളുടെ കേസുകളും എത്തിയതോടെ പ്രവർത്തനങ്ങൾ സർവത്ര അവതാളത്തിലായി. 1000ഓളം കേസുകളാണ് ട്രിബ്യൂണലിൽ കെട്ടിക്കിടക്കുന്നത്. ഒരു ഗുണവും ഉണ്ടായിട്ടില്ലെങ്കിലും 8 കോടിയോളം രൂപ ട്രൈബ്യൂണലിലെ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ഇതുവരെ ചെലവാക്കി കഴിഞ്ഞു. ഇപ്പോഴും ലക്ഷങ്ങളാണ് ഈ പേരിൽ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറാമാൻ എബിൻ സാബുവിനൊപ്പം യദു നാരായണൻ, റിപ്പോർട്ടർ, ഇടുക്കി.